അപ്പോൾ മോർണിംഗ് ഗൈസ്, ഇന്ന് മാർച്ച് 13, 2025 ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ സമയം രാവിലെ 1 മണിയായി. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും ഇന്ന് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോവുകയാണ്. ഇന്ന് പൊങ്കാലയ്ക്ക് ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് ബിഷോപ്പറിലാക്കി വെച്ചു. അതുപോലെ തന്നെ ആവശ്യമുള്ള ചൂട്ടും കൊതുമ്പും എല്ലാം പാക്ക് ചെയ്ത് റോൾ ചെയ്ത് വെച്ചു. ഇപ്പം നമ്മളിന്ന് പോകുന്നത് എൻ്റെ ബൈക്കാണ്. എൻ്റെ ബൈക്ക് എല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൈക്കിലാണ് ഞാനും എൻ്റെ വൈഫ് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു 2:45 ആയപ്പോഴാണ് എത്തിയത്. ഇപ്പോൾ സ്ഥലം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അളിയനുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഇവിടുത്തെ വോളണ്ടിയർ ആയതുകൊണ്ട് നമുക്ക് തെക്കേ നടയുടെ അടുത്തായിട്ടാണ് കിട്ടിയത്, ജോസ്കോയുടെ അടുത്ത്. പിന്നെ ഒരു സ്പെഷ്യൽ പാസും കിട്ടി. പിന്നെ അളിയനൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഉഷാറായിട്ട് നടന്നു. പുള്ളിക്കാരൻ നല്ല ചുറുചുറുക്കോടെ എല്ലാ കാര്യങ്ങളും നോക്കി കിടക്കുകയായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയില്ല, കാരണം എല്ലാം സ്മൂത്ത് ഹാൻഡിൽ. പിന്നെ ഞാനും അളിയനും പോയി രാവിലെ ഒരു 5:30 ആയപ്പോൾ ഒരു ചായ അടിക്കാമെന്ന് വെച്ചു. നല്ല ചൂട് ചായ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് സമോസയൊക്കെ രാവിലെ അടിക്കാമെന്ന് വെച്ചു. അങ്ങനെ പുള്ളിക്കാരന് ഞാനും രാവിലെ നല്ല അടിപൊളി ചായയും ഒരു ചൂട് കാറുമുറും പോലെ ഇരിക്കുന്ന സമോസ സൂപ്പറായിരുന്നു കേട്ടോ. രാവിലെ വെറും വയറ്റിലാണ് വന്നത്, കണ്ട് കഴിക്കാൻ പറ്റി. 2:45 സമയം. അത് തിരക്ക് കാണിച്ചു തരാം. അതായത് നമ്മളെ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള തിരക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് സമയം രാവിലെ 3:30 കേട്ടോ. ഈ നിൽക്കുന്ന ജനം കേട്ടോ, ഇത് രാവിലെ ഒരു 4:45 അല്ലെങ്കിൽ 4:30 ഒക്കെ ആകുമ്പോൾ നിർമ്മാല്യം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിർമ്മാല്യ സമയത്ത് നട തുറക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളാണ്. ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പൊങ്കാലയിടാൻ വന്ന എല്ലാ ഭക്തജനങ്ങളും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നട തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത്രയും നേരം അവരോട് വെയിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പോലീസ് നല്ലപോലെ കൺട്രോൾ ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് ട്രിവാൻഡ്രത്ത് ഞാൻ കാണുന്നത്. നോർമലി ഫാമിലി പോയി പൊങ്കാല ഇടാറുണ്ട്, പക്ഷേ ഞാൻ ലൈവായിട്ട് ഇത്രയും നടന്ന് ജനക്കൂട്ടത്തിനെ കാണുന്നത് അതും ഈ സമയത്ത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് പലതരം കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ. ഇതൊരു അടിപൊളി കച്ചവടക്കാരനാണ്. പിന്നെ പോലീസ് തെക്ക് വടക്കനെ പോലീസുകാർ അവിടെ നിന്ന് ഓടി അളിയ ഇവിടെ കാണാൻ ഒരു സുഖമില്ല അളിയ. എങ്ങോട്ട് പോയാൽ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും അളിയ. അട്ടക്കുളങ്ങര സ്കൂളിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധം നല്ല കാഴ്ച കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈസ്റ്റോട്ട് ജംഗ്ഷനിൽ ഇറങ്ങണം, അത് താഴെ അവിടെയാണ് കാണാനുള്ളത് അത്രയും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്തിരി കാഴ്ച കുറവ് കിട്ടും. കാര്യം ഇവിടെ വെട്ടം കുറവാണ്, അതിൻ്റെ മങ്ങൽ കാണൂളിയ. അങ്ങനെ അളിയൻ്റെ കോമഡിയൊക്കെ കേട്ടിരുന്നപ്പോഴാണ് അമ്മ ലാൻഡ് ചെയ്തു. അങ്ങനെ അമ്മ വന്ന് ഇനി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ അമ്മ വന്നതിന് ശേഷം അമ്മ ഇവിടെ സാധനങ്ങളൊക്കെ ആട്ടയിൽ നിന്ന് ഇറക്കി നോക്കി എല്ലാം ഇനി സെറ്റ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളിൽ ഉഷാറായിട്ട് നിൽക്കുകയാണ്. അപ്പം കുറച്ച് സാധനങ്ങൾ ചൂട്ടും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അമ്മയുടെ സൂപ്പർവൈസറാണ് ഇനി എല്ലാം കാര്യങ്ങളൊക്കെ എങ്ങനെ വെക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം എല്ലാം ഇനി പുള്ളിക്കാരി തന്നെ എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി തരും. ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഈ ഒരു ദേവിക്ക് നിവേദിക്കുന്ന മണ്ടപ്പറ്റ് അതിൻ്റെയൊക്കെ കൂട്ടുകളൊക്കെയാണ് ഈ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ടപ്പറ്റും തെരളിയും ഒക്കെയാണ് നമ്മൾ നേർച്ച നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കൂട്ടാണ് ഈ അമ്മയും എൻ്റെ വൈഫും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്നത് മണ്ടപ്പറ്റാണ്. കുഴച്ച് ഒരു പരുവത്തിനാക്കി ഇനി ഇതിൻ്റെ പുറത്ത് കണ്ണും മൂക്കൊക്കെ വരച്ചിരിക്കുന്നു പറയുന്നത്. അതൊരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ചെയ്യുന്നത്. ഈ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ തെരളിയാണ്, അതായത് നമ്മൾ വയനയിലിൽ വെച്ച് അവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടുകളാണ് അമ്മയും മോളും കൂടെ ഇരുന്ന് കുഴയ്ക്കുക ഈ തെരളി റെഡിയാക്കാൻ വേണ്ടി. അങ്ങനെ നല്ല ഫ്രഷ് നമ്മളെ വീട്ടിൽ തന്നെ വളർന്നു വന്ന ചെടിയുടെ വയനയിലയാണ്. നല്ല മണമാണ് ഈ വയനയില. അപ്പം വെന്ത് വരുമ്പം നല്ല സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. വയനയിലപ്പം ആർക്കൊക്കെയാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ഈ ആറ്റുകാൽ പൊങ്കാലയിൽ ഉണ്ടാക്കണ വയനയിലപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഓരോ ജോലിയിലൊക്കെ ഏർപ്പെട്ട് ഇപ്പം തന്നെ സമയം പെട്ടെന്ന് മാറി. 7 മണിയായി. രാവിലെ 7 മണിയായപ്പോൾ തന്നെ ആകാശത്ത് നല്ലൊരു കാഴ്ചയും കണ്ടു. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പ്രൊസീഡ് ചെയ്തു. കലത്തിലൊക്കെ നമ്മുടെ പൊങ്കാലിടുന്ന കലത്തിലൊക്കെ പൂ വെച്ച് കെട്ടി അങ്ങനെയെല്ലാം സെറ്റാക്കി. അങ്ങനെ ഞാനും അളിയനും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭക്തജനങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഏഷ്യാനെറ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിക്കാനാണ് പോയത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും
വടയായിരുന്നു, നല്ല ചൂട് ഇഡ്ഡലി സാമ്പാർ വട, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് നമ്മുടെ രാമചന്ദ്രയിലെ സ്റ്റാഫ് മെമ്പേഴ്സ് ഈ പൊങ്കാല ഇടാൻ വന്ന അമ്മമാർക്കും എല്ലാവർക്കും വേണ്ടി ക്യാപ്പ് വിതരണം ചെയ്യാൻ വന്നു. പുള്ളിക്കാരൻ കൊണ്ടുവന്ന് മാത്രമേ പുള്ളിക്കാരനെ ഓർമ്മയുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ അടി ബഹളമായിരുന്നു. ഈ റോട്ടിൽ കണ്ട പൊങ്കാലക്കലങ്ങളൊക്കെ എല്ലാവരും കാലുകൊണ്ട് തട്ടി ചവിട്ടിയിടുന്നൊക്കെ സിറ്റുവേഷൻ ഉണ്ടായി. പുള്ളിക്കാരൻ ജീവൻ കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് കൊണ്ടുവന്ന തൊപ്പികളൊക്കെ എങ്ങോട്ട് പോയെന്ന് പുള്ളിക്കാരനെന്ന് അറിയാം. പുള്ളിക്കാരൻ ഒരു പരുവത്തിലായി. എല്ലാ അമ്മമാരും കൂടി ഇടിച്ച് റൊട്ടിയാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഭണ്ഡാരടുപ്പിൽ തീ കൊടുത്ത സമയം എടുക്കാറായപ്പോൾ തന്നെ നമ്മൾ പടുക്കയൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ച് കൊളുത്താനുള്ള സമയം എടുത്താറായി. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ SKൻ്റെ News24 ചാനൽക്കാർ വന്നു. അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ താഴെ കാണിക്കുന്ന ക്ലിപ്പിൽ ഞാൻ തന്നെയാണ് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ, അടിപൊളിയല്ലേ? അങ്ങനെ ഭണ്ഡാരടുപ്പിൽ ഏകദേശം തീ കൊളുത്തേണ്ട സമയം അടുത്ത് വന്നു. അങ്ങനെ അവർ മൈക്കിൽ അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ തീ കൊളുത്തി. നമ്മൾ പൊങ്കാലയ്ക്കുള്ള അടുപ്പെല്ലാം തീ കൊളുത്തി. എല്ലാവരും നല്ല ഭക്തിയോട് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാം നല്ല ഐശ്വര്യം നേരണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് എല്ലാവരും അടുപ്പിൽ തീ കൊളുത്തി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ടാണ് കേട്ടോ. ഈ പൊങ്കാല ഇടുന്ന എല്ലാവരെയും കാണുമ്പോൾ അറിയാതെ തന്നെ മനസ്സിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന് പറഞ്ഞു പോകും. കാരണം ഇത്രയും ചൂടത്ത്, ഈ വെയിലത്ത്, ഈ പുക ഈ കണ്ണിൽ തട്ടി എല്ലാം സഹിച്ച് നല്ലൊരു ഐശ്വര്യം നേരിടാൻ ദേവിയോട് പ്രാർത്ഥിച്ച് എല്ലാവരും ഒത്തൊരുമയോടെ നിന്നാണ് ഈ പൊങ്കാല ഇടുന്നത് കേട്ടോ. ഇത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് ഈ പൊങ്കാല ഇടുന്നത്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം കടാക്ഷിച്ച് നമ്മൾ പൊങ്കാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിവേദിച്ച് ദേവിക്ക് തന്നെ. അതിനോടൊപ്പം തന്നെ എല്ലാവരും അവരവരുടെ രീതിയിൽ അവരവരുടെ കൊണ്ട് സാമ്പത്തിക ശേഷിയിൽ അവർ പൊങ്കാല എടുത്ത് എല്ലാം. അതുപോലെ തന്നെ നമ്മൾ തെരളി ദേവിക്ക് നിവേദിച്ച് തെരളിയൊക്കെ എല്ലാം റെഡിയായി സെറ്റായി. അങ്ങനെ പൊങ്കാലയായിട്ട് ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാൻ പോകുന്ന വഴിയിലാണ് ഞാൻ ഈ നിരത്തി പിടിച്ച് ഈ കലം നല്ല ഭംഗിയായിട്ടോ ആണ്. എല്ലാവരും പടുക്കയൊക്കെ വെച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓറഞ്ച് ശർബത്ത് കുടിക്കാമെന്ന് വെച്ചു. ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു. ഈ സ്പോട്ട് ഏരിയയൊക്കെ ഭയങ്കര ചൂട്. ഒരു 1:15 1:30 ആകുമ്പോൾ ഭയങ്കര ചൂടാണ്. അങ്ങനെ ചൂട് സഹിക്കാൻ വയ്യാതായപ്പോൾ ഒരു ശർബത്ത് മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ ഈ ചൂട് കൊണ്ടായിരിക്കും. ഇഷ്ടംപോലെ വെള്ളം കുടിച്ചു, പക്ഷേ എന്നാലും ഒരു ശർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടായിരുന്നു. അടിപൊളി ചൂടും പുകയൊക്കെ അടിച്ച് കണ്ണൊക്കെ കലങ്ങി ചുവന്നിരുന്ന സമയത്ത് ആ ശർബത്ത് കുടിച്ചപ്പോണ്ടല്ലോ സ്വർഗം മാമ സ്വർഗം അത് തന്നെ. പിന്നെ നമ്മൾ അവസാനം പൊന്നുകളൊക്കെ തളിച്ച് തിരുമേനി വന്ന് അമ്പലത്തിൽ നിന്നുള്ള പൊന്നുകളെല്ലാം എടുത്ത് പുള്ളിക്കാരൻ നല്ല തളർന്ന് നല്ലൊരു പരുപോയ കേട്ടോ. പുള്ളിക്കാരന് നടക്കാൻ പോലും വയ്യ, കൈ പോലും എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അപ്പോൾ കൂടെയുള്ള പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരാം. തിരുമേനി ഒട്ടും വയ്യാതെ നിൽക്കുന്നത്, നല്ല പ്രായമുള്ള തിരുമേനിയായിരുന്നു. പാത്രങ്ങളൊക്കെ തള്ളി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് പൊന്നുകളെല്ലാം തെളിച്ച് നമ്മൾ പൊങ്കാലയൊക്കെ അടിപൊളിയായിട്ട് ദേവിക്ക് അർപ്പിച്ചു. നല്ല ചൂടായിരുന്നു, എന്നാലും നമ്മൾ വലുതായിട്ട് അറിഞ്ഞില്ല. ദേവിയുടെ കളക്ഷനും എല്ലാം ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളെ പൊങ്കാല ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങളെ പൊങ്കാല 2025. ഓക്കെ, താങ്ക് യു.